ഇത് ഒരു സൂപ്പർ തോരനാണേ. നമുക്കിതൊന്ന് വെച്ച് നോക്കിയാലോ. അതിനായിട്ട് നമുക്ക് വേണ്ടിയത് ചെറുപയർ ഓവർനൈറ്റ് കുതിർത്ത് വെച്ചിട്ട് നമുക്കത് വേവിച്ചെടുക്കാം. കുറച്ച് ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ അതിൻ്റെ കൂടെ നമ്മൾ ചേർക്കുന്നത് ഏത്തക്കയാണ്. ഏത്തക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതും ഉപ്പും മഞ്ഞളും ചേർത്ത് നമ്മൾ വേവിച്ച് മാറ്റി വയ്ക്കുന്നു. അപ്പോൾ അതിന് നമുക്ക് അരപ്പായിട്ട് വേണ്ടത്, ചതച്ചെടുക്കാനായിട്ട് നമുക്ക് വേണ്ടത് തേങ്ങ, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് ജീരകം, കുറേ അധികം വെളുത്തുള്ളി. ഇത് നമ്മൾ കല്ലിലില്ലേ, അമ്മിക്കല്ലിൽ അരയ്ക്കുന്നതാണ് ഏറ്റവും ടേസ്റ്റ്. നമുക്കത് അമ്മിക്കല്ലിലൊന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമ്മൾ അരയ്ക്കാൻ വേണ്ടി ജീരകമാണ് അരയ്ക്കുന്നത്. ജീരകത്തിന് ശേഷം വെളുത്തുള്ളി നമ്മൾ ചതച്ചു. അതിനുശേഷം ഈ അരപ്പുകൾ മുളകും ബാക്കിയുള്ള ചേരുവകളെല്ലാം ചേർത്ത് കറിവേപ്പിലെല്ലാം ചേർത്ത് നമ്മൾ അത് ചതച്ചെടുത്തു. എന്നിട്ട് ഫ്രൈങ് പാൻ അടുപ്പ് വെച്ചിട്ട് സ്റ്റൗവിൽ വെച്ചിട്ട് നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ കടുക് പൊട്ടിച്ച് മുളകും എല്ലാം ഇട്ടതിന് ശേഷം ആദ്യം നമുക്ക് ഏത്തക്ക ഇടണം. അതിനുശേഷം പുഴുങ്ങി വെച്ചേക്കുന്ന പയറിടണം. എന്നിട്ട് ഈ അരപ്പും കൂടെ അതിൻ്റെ മിഡിലായിട്ട് ഇട്ടിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് പൊത്തി വെക്കുക. ഒരു മിനിറ്റ് നേരം നമ്മളിതൊന്ന് അടച്ച് വെക്കുക. എന്നിട്ട് അടപ്പ് മാറ്റിയിട്ട് നമ്മളിത് ഇളക്കി കുറച്ച് സമയം, ഒരു 2 മിനിറ്റൊക്കെ നമ്മൾ, കുറച്ച് കറിവേപ്പില ഉണ്ടെങ്കിൽ ചേർക്കാവുന്നതാണ്. ഒരു 2 മിനിറ്റ് നേരം നമ്മൾ ഇത് വേവിച്ചിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വളരെ നല്ല, കുഞ്ഞുങ്ങൾക്കൊക്കെ വെറുതെ കഴിക്കാൻ പോലും ഉള്ള നല്ല ടേസ്റ്റും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ഫുഡാണ്. കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് ഇങ്ങനെ വേവിച്ച് കൊടുക്കണം. സ്നാക്സിനൊക്കെ പകരമായിട്ട് അവർക്ക് കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. ചോറിൻ്റെ കൂടെയും കഴിക്കാം. അപ്പോൾ ഓക്കെ, ബൈ ബൈ, സീ യു.